ലൈഫ് ഈസ് ബ്യൂട്ടി ആദി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മാരേജ് ഫംഗ്ഷൻ. ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി നമുക്കൊന്ന് ഗെറ്റ് റെഡി ആവാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നലെ വരെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് പെട്ടെന്ന് വന്നിട്ട് ഒരു ബ്യൂട്ടി വ്ളോഗ് ചെയ്യണം എന്താണ് വിചാരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫസ്റ്റ് ടൈം നമ്മൾ ചാനൽ തുടങ്ങിയ ഫസ്റ്റ് ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്യൂട്ടി വ്ളോഗായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എന്താണ് ഞാൻ നിർത്തി, ബ്യൂട്ടി വ്ളോഗ് നിർത്തി. കുറച്ച് കുഞ്ഞ് ജോലിയും കാര്യങ്ങളൊക്കെ വന്നപ്പം ബ്യൂട്ടി വ്ളോഗ് ചെയ്യാനും ഇങ്ങനെ ഫേസോട് ഫേസ് സംസാരിക്കാനൊന്നും സമയം കിട്ടാൻ വന്നപ്പം അത് ഞാൻ എന്താണ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമ്മളിതിപ്പോൾ വീണ്ടും നമ്മൾ ഫ്രീ ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ എന്താണ് ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി ഓൾറെഡി പോകാനും വേണ്ടി ഇരിക്കുകയാണ്. അപ്പം അതൊരുങ്ങുന്നത് എന്താണ്, എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐഡിയ തിരിച്ചത്. എന്തുവാ, ഗെറ്റ് റെഡി വിത്ത് മാരേജ് ഫംഗ്ഷൻ എന്നുള്ളൊരു ക്യാപ്ഷനോട് കൂടി ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു സാധനം നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കണ്ടിട്ടോ. മേക്കപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മാമാറത്തിൻ്റെ വിറ്റമിൻ സി ഫോമിംഗ് ഫേസ് വാഷാണ്. ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. മാമാറത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും തന്നെ ഓൾമോസ്റ്റ് നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. നാച്ചുറൽ പ്രോഡക്റ്റാണ്. എന്താണ്, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്നത് ടെർമറിക്കാണ്. ടെർമറിക്ക് അറിയാമല്ലോ, നല്ല ബ്രൈറ്റനിങ് കിട്ടുന്നതും നല്ലൊരു നാച്ചുറൽ പ്രോഡക്റ്റാണ് നമ്മളെ ടെർമറിക് പൗഡർ. അതിൻ്റെ കൂട്ടത്തിൽ ലെമൺ കൂടെ ചേർന്നാലോ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഒരു ജെല്ല് കൺസിസ്റ്റൻസിലല്ല ഇത് കിട്ടുന്നത്, ഒരു ഫോമിങ് ടൈപ്പിലാണ്, അതായത് ഒരു പത ടൈപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനും നല്ല ഈസിയാണ്. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് നനച്ച ശേഷം അതിലൊരു സിലിക്കോൺ ബ്രഷ് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് പിതുക്കുമ്പോൾ ഒരു ഫോമിങ് ടെക്സ്ചറിലിങ്ങനെ പുറത്ത് വരും. അത് വെച്ചിട്ട് റൗണ്ട് സർക്കിളിൽ ഫേസ് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് സെറ്റായിരിക്കും. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ഒരു റിസൾട്ടിന് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും മാമാറത്തിന് ഇങ്ങനെയുള്ള ഈ ഫേസ് വാഷും ക്രീമൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കി അടിപൊളി കിടിലൻ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ മോയ്സ്ചറൈസറും നമ്മളെ സൺസ്ക്രീമൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പോൺസിൻ്റെ ഒരു ക്രീമാണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്, നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാമല്ലോ, ഒരു കോട്ടിങ് എന്നുള്ള രീതിക്ക് ഇത് അടിയിൽ എന്തെങ്കിലും വേണം. നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണം. നമ്മളെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഫേസിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതൊരു ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ഒരു തിക്ക് കൺസിസ്റ്റൻസിലാണ് ഇത് വരണമെങ്കിൽ പോലും നമുക്ക് ഫേസിലോട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് അബ്സോർവായി കിട്ടും. പിന്നെ തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഒലിഞ്ഞിറങ്ങും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പെട്ടെന്ന് ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ എത്ര മണിക്കൂറാണോ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നിൽക്കുമ്പോൾ പെട്ടെന്നൊന്നും നമ്മൾ ഇട്ട മേക്കപ്പ് മാഞ്ഞു പോകത്തില്ല. അതാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയൊരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇട്ടതുപോലെ ഇരിക്കും. ഓക്കെ, അത് നെക്കിലും നമ്മളെ മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫൗണ്ടേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഫൗണ്ടേഷൻ എനിക്ക് കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിനനുസരിച്ചുള്ള കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഫിറ്റ്മിയുടെയും നമ്മളെ ഡാസ്ലറിൻ്റെയും ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് എൻ്റെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഇതിൽ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളെ കുണ്ടും കുഴിയും ഒക്കെ ഉള്ള ഭാഗത്ത് നമുക്കൊന്ന് ടാറിട്ട് കൊടുക്കാം. ടാറൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് മൊത്തം അബ്സോർവായി കിട്ടും. ഓക്കെ, അപ്പം അതിന് ശേഷം നമുക്കൊരു ഫൗണ്ടേഷൻ തന്നെ ഇത്തിരി ഹെവി ആയിപ്പോയി. അപ്പോൾ ലൂസ് പൗഡർ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നു. ഫിറ്റ്മിയുടെ തന്നെ ഒരു ലൂസ് പൗഡറാണ് എടുക്കുന്നത്. കണ്ണിന് ചുറ്റുവാണെങ്കിൽ കൂടുതൽ ചേർക്കുന്നത്. കണ്ണിൽ നമ്മൾ ഐലൈനർ വരയ്ക്കുമ്പം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനാണ് ഈ ലൂസ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ പോലും കൺസീലർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. കണ്ണ് നന്നായിട്ട് ഡാർക്കൊക്കെ ഉള്ള ഭാഗത്ത് നല്ല കവർ ചെയ്തിരിക്കും. അപ്പം ഫിറ്റ്മിയിൽ തന്നെ ഒരു ലൂസ് പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതാൻ വേണ്ടി ഇവിടെ അത് ഒരു പ്രത്യേക ബ്രാൻഡൊന്നുമില്ല. ഞാൻ ഇവിടെ അടുത്തുനിന്ന് തന്നെ മേടിച്ച ഒരു ഐലൈനറാണ്, വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനറാണ്. അപ്പം എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ കണ്ണിൻ്റെ മേൽഭാഗത്ത് ഞാൻ ഐലൈനർ എഴുതാറുള്ളൂ. അല്ലെങ്കിൽ താഴ്ഭാഗത്താണ് കൂടുതൽ എഴുതാറ്. എനിക്ക് അതാണ് ഒത്തിരി കംഫർട്ടായിട്ട് തോന്നാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ വന്നിട്ട് പെട്ടെന്നൊന്നും അത് മാഞ്ഞു പോകത്തില്ല. വെള്ളം കിട്ടിയാലും മാഞ്ഞു പോകത്തില്ല. നല്ല
നന്നായിട്ട് അവിടെ കിടക്കും. അപ്പോൾ എനിക്കത് താഴെ ഭാഗത്താണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല, എപ്പോൾ നേരം കിടന്നാലും പ്രശ്നമില്ലെങ്കിൽ മേലെ കിടക്കുമ്പോൾ എന്തോ ഒരു അലർജിയാണ്. അതുകൊണ്ട് ഞാൻ അധികം അതിൽ യൂസ് ചെയ്യാറില്ല. അപ്പം എന്താണ് താഴത്ത് മേലത്തുമായിട്ട് നനന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസ്കാര വെച്ചിട്ട്, മസ്കാര എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മസ്കാര എഴുതാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണെന്ന് അറിയത്തില്ല, എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് മസ്കാര. ഒരുപാട് കളക്ഷനൊന്നുമില്ല, പക്ഷേ ഉള്ള ഒരു കളക്ഷനായിരുന്നു പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൺപീലിയൊക്കെ നല്ല വിടർന്നിരിക്കാനൊക്കെ നമ്മളെ ഐലാഷൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് ഐലാഷൊന്നും വച്ചാൽ സെറ്റാവത്തില്ല. എനിക്ക് ഇങ്ങനെ നീട്ടി എഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും. അപ്പം ഡാസ്ലറിൻ്റെ തന്നെ ഒരു നമ്മളെ ഐലാഷാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു ബ്ലഷായിട്ടും കോണ്ടോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ബ്രാൻഡ് ഓക്കെ, ബ്രാൻഡൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം മൂക്ക് നന്നായിട്ട് ഷാർപ്പായിട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടി കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ഗ്ലിറ്ററി ഷെയ്ഡാണ്, അപ്പം നല്ല തിളങ്ങും. മൂക്ക് ഇങ്ങനെ കുന്തനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മൂക്ക് അങ്ങനെ കുന്തനുള്ള മൂക്കല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള മൂക്കിന് വേണ്ടി ഇപ്പോൾ മൂക്കിൽ അല്പം തേച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ആ ചീക്കിൻ്റെ രണ്ട് സൈഡും ഒന്ന് തിളങ്ങിട്ട്, ഒത്തിരി നന്നായിട്ട് തിളങ്ങിട്ട്, കല്യാണമൊക്കെ അല്ലേ എന്ന് വെച്ചിട്ട് നല്ല ഒത്തിരി വാരി തേച്ച്. അപ്പം കൊള്ളാം, നല്ലൊരു പിങ്കിഷ് കളറാണ്. ഓക്കെ, ഒരു പിങ്ക് കളറാണ്, ഒരു പിങ്കിഷ് കളറാണ് വന്നിരിക്കുന്നത്, ലൈറ്റ് പിങ്കിഷ്. അപ്പോൾ അടിപൊളി ഒരു ബ്ലഷായിട്ടാണ് ഇരിക്കുന്നത്. ബ്ലഷ് എല്ലായിട്ടും മസ്കാരായിട്ട് എല്ലായിട്ടും ഉപയോഗിക്കാം. ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട്, വേനൽക്കാലമല്ലേ, ഭയങ്കര ചൂടും ഇട്ട മേക്കപ്പ് ഒലിഞ്ഞു പോണത് പോലെയൊക്കെ തോന്നണം. ഫാനിട്ടിരിക്കുകയാണ് എന്നിട്ട് പോലും നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ലാസ്റ്റായിട്ട് നമ്മളെ മേക്കപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ലിപ്സ്റ്റിക്ക് ഇവിടെ ആഡ് ചെയ്തെടുക്കും. ഇതൊരു ന്യൂഡ്. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു നമ്മളെ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്തതിന് മുമ്പായിട്ട് ഒരു ലിപ് ബാം ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു പിങ്ക് കളർ ചുണ്ടി കിടക്കണം. അതൊരു വൈറ്റ് കളറിൽ കിട്ടുന്ന ഒരു ലിപ് ബാമാണ്, പക്ഷേ അത് ഇട്ട് വന്നപ്പോൾ ഒരു പിങ്ക് കളറിലാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കളർ ഒരു ന്യൂഡ് കളറാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഇട്ടപ്പം ഒരു ഡാർക്ക് പിങ്ക് കളറായിപ്പോയി. പക്ഷേ ഇട്ട് വന്നപ്പം അടിപൊളി, കൊള്ളാം, കുഴപ്പമില്ല, സെറ്റായി. ഓക്കെ, അപ്പം നമ്മളെ ഫൈനൽ പെയിൻറ്റിങ് പണിയും കൂടെയാണ് നടക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ സെറ്റായി. നമുക്ക് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി ഒരു അടിപൊളി ഫങ്ഷൻ ലുക്കിലോട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, അപ്പോൾ ഇതാണ് നമ്മളെ ഗൗണ്. അടിപൊളി ഒരു റെഡ് കളറിലുള്ള ഗൗണാണ്, മെറൂൺ റെഡ്, നല്ല സീക്വൻസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗൗണ്. പിന്നെ ആക്സസറീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഗോൾഡ് ഷെയ്ഡിലുള്ള ആക്സസറീസാണ്. പറ്റണില്ല, എത്ര ഇട്ടിട്ടും പറ്റണില്ല, ഒരു ഫിനിഷിങ് ടച്ച് കിട്ടണില്ല ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഇയറിങ്ങൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് പൊട്ട് വെച്ച് കൊടുത്ത്. ഓക്കെ, ഇതാണ് നമ്മളെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗൗണ്. എങ്ങനെ, ഇഷ്ടമായ? തലക്കെട്ടൊക്കെ നോർമൽ കെട്ടാണ്, എപ്പോഴും കെട്ടുമ്പോൾ തലക്കെട്ടൊക്കെയാണ് കെട്ടിയത്. അപ്പോൾ ഒരു അടിപൊളി ഒരു പാർട്ടി വെയർ ലുക്കായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി ഈ ലുക്ക്. കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ നല്ലൊരു അടിപൊളി റെഡ് ഗൗണാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു, ഡ്രസ്സും എൻ്റെ മേക്കപ്പും. അപ്പോൾ ഇതുപോലെ ബ്യൂട്ടി വ്ളോഗായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളെ വെറുപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ആതിര റോയി. ബൈ.